In this video, we are going to discuss the terms additive inverse, multiplicative inverse, divisor of 0 and some proposition related to these definitions. First we have additive inverse. We consider Zn and two elements in Zn, An and Bn. Congruence class of A modulo n and B modulo n. And suppose that An plus Bn equal to 0, 0 in Zn. Then Bn is called the additive inverse of An. Anum Bn ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ Bnനെ Anൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. അഡിറ്റീവ് ഇൻവേഴ്സ് യുണീക്കാണ്, അതായത് ഓരോ എലമെൻറ്റിനും ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് Anനെ നമ്മൾ -An എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇതിനെ നമുക്ക് വേണമെങ്കിൽ -An ഇങ്ങനെ എഴുതാം. അതായത് Anനും അതുപോലെ -Anനും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടണം. Znലെ 0, അതായത് Z2 ആണെങ്കിൽ Z3 ആണെങ്കിൽ അതിൽ 0 എലമെൻറ്റ് കിട്ടണം. ദാറ്റ് ഈസ് ദി അഡിറ്റീവ് ഇൻവേഴ്സ്. അതായത് നമ്മൾ സാധാരണ നമ്പറിൻ്റെ കേസിൽ എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് -A ആണ്, അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രുവൻസ് ക്ലാസ് ആണെന്ന് മാത്രം. ദെൻ നെക്സ്റ്റ് വി ഹാവ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇഫ് An ബിലോങ്സ് ടു Zn ആൻഡ് ലെറ്റ് An ഇൻറ്റു Bn, അവിടെ നമ്മൾ നേരത്തെ അഡീഷനാണ് പറഞ്ഞിരുന്നത്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അങ്ങനെയാണ് അഡിറ്റീവ് ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് 1 ആണെങ്കിൽ ഈ എലമെൻറ്റിനെ Bnനെ Anൻ്റെ ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇൻവേഴ്സാണ്, An ഇൻവേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഒരു എലമെൻറ്റിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻവേർട്ടിബിൾ എലമെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള എലമെൻസിനെയാണ് നമ്മൾ ഇൻവേർട്ടിബിൾ എലമെൻറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അനദർ ഡെഫിനിഷൻ, ഡിവൈസർ ഓഫ് 0. ഇഫ് An ബിലോങ്സ് ടു Zn ആൻഡ് An ഇൻറ്റു Bn ഈക്വൽ ടു 0n ഫോർ സം നോൺ സീറോ കോൺഗ്രുവൻസ് ക്ലാസ് Bn, then An is called a divisor of 0. ദാറ്റ് ഈസ് ഒരു An എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ട്, അതുപോലെ Bn എന്ന് പറയുന്ന ഒരു മെമ്പർ, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടുന്നു. അപ്പോൾ നമുക്ക് സാധാരണ അറിയാം എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് 0 കിട്ടണമെങ്കിൽ ഐദർ A 0 ആവണം അല്ലെങ്കിൽ B 0 ആവണം. ഇവിടെ Anനും 0 അല്ല, Bnനും 0 അല്ല, നോൺ 0 ആണ്. ഫോർ സം നോൺ സീറോ കോൺഗ്രുവൻസ് ക്ലാസ് ബി. പക്ഷേ പ്രോഡക്റ്റ് 0 ആയി മാറുന്നു. നമ്മൾ Z6ൽ നമ്മൾ 2 ആൻഡ് 3, Z6 കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 2ഉം 3യും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 6 ആണ്. സോറി, Z6ലാണ് കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 2 മോളിലോ 6ഉം 3 മോളിലോ 6ഉം 6 മോളിലോ 6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0 എലമെൻ്റ് ആണ്. പക്ഷെ അവിടെ 2 നോട്ട് ഈക്വൽ ഒരു 0 എലമെൻ്റ് അല്ല, 3യും നോൺ 0 എലമെൻ്റ് ആണ്. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 0 കിട്ടുന്നു. സോ കോൺഗ്രുവൻസ് ക്ലാസ്സിൽ അങ്ങനെ സംഭവിക്കുക. നമ്മൾ സാധാരണ നമ്പറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒന്ന് 0 ആയാലും, പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നിൽ 2 0 ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും 0 ആവണം ആ പ്രോഡക്റ്റിൽ. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡിവൈസർ ഓഫ് 0 അല്ലെങ്കിൽ 0 ഡിവൈസർ എന്ന് വിളിക്കും. ഇനി ഈ 0 ഡിവൈസറിൽ നമ്മളൊരു റിസൾട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഇഫ് An ഈസ് നോട്ട് എ 0 ഡിവൈസർ അല്ലെങ്കിൽ An ഈസ് നോട്ട് എ ഡിവൈസർ ഓഫ് 0, ദെൻ An ഇൻറ്റു Bn ഈക്വൽ ടു സപ്പോസ് ദാറ്റ് An ഇൻറ്റു Cn. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, Bn ഈക്വൽ ടു Cn എന്നെഴുതാം. അതായത് നമ്മൾ സാധാരണ എഴുതാറുണ്ട് AB ഈക്വൽ ടു AC ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് എയും എയും ക്യാൻസൽ ചെയ്യാം, B ഈക്വൽ ടു C. വേറെ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു 0 അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ An ഇൻറ്റു Bn ഈക്വൽ ടു An ഇൻറ്റു Cn ആണ്. An ഒരു 0 ഡിവൈസർ അല്ലെങ്കിൽ നമുക്ക് ആ Anനെ രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം. അതായത് ക്യാൻസലേഷൻ ലോ
ക്യാൻസലേഷൻ ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സീറോ ഡിവൈസർ അല്ലാത്ത എലമെൻസിനാണ്. അല്ലെങ്കിൽ ഡിവൈസേഴ്സ് ഓഫ് സീറോസിന് നമുക്ക് ക്യാൻസലേഷൻ ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് കൺസിഡർ ചെയ്താൽ, ഈ റിസൾട്ടിൻ്റെ ഒരു പ്രൂഫ്, സപ്പോസ് ദാറ്റ് എൻ ഈസ് നോട്ട് എ ഡിവൈസർ ഓഫ് സീറോ നമുക്ക് തന്നിട്ടുള്ളതാണ്. ദെൻ ഫോർ എനി ടു ഇൻറ്റീജേഴ്സ് ബി ആൻഡ് സി വി കൺസിഡർ എ എൻ ഇൻറ്റു ബി എൻ ഈക്വൽ ടു എൻ ഇൻറ്റു സി എൻ എന്നാണ് തന്നിട്ടുള്ളത്. ഇംപ്ലൈസ് എ എൻ ഇൻറ്റു, ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, ദാറ്റ് ഈസ് ബി എൻ മൈനസ് സി എൻ, എ എൻ കോമൺ ആണ്, ഈക്വൽ ടു ഇവിടെ കിട്ടുന്നത് നമുക്ക് 0 കിട്ടും, 0n. ദാറ്റ് ഇംപ്ലൈസ് എ എൻ ഇൻറ്റു ഇതിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ബി മൈനസ് സി എൻ എഴുതാം, ഈക്വൽ ടു 0n. ദാറ്റ് ഇംപ്ലൈസ് ബി മൈനസ് സി എൻ ഈക്വൽ ടു 0n. എന്തുകൊണ്ടാണ്? എ എൻ സീറോ ഡിവൈസർ അല്ല, നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ട്. സോ പിന്നെ എന്ത് ആവണം? 0 കിട്ടണമെങ്കിൽ, രണ്ടും കൂടെ 0 കിട്ടണമെങ്കിൽ ബി മൈനസ് സി എൻ 0 ആയേ പറ്റും. ദാറ്റ് ഈസ് ബി മൈനസ് സി എൻ ഈക്വൽ ടു 0n. ദാറ്റ് മീൻസ് വി ഹാവ് ബി മൈനസ് സി എൻ ഈക്വൽ ടു 0n എന്ന് പറഞ്ഞാൽ ബി മൈനസ് സി നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നു. ബി മൈനസ് സി ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ n എന്നാണ്. ദാറ്റ് ഈസ് ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു സി മോഡുലോ n. ദാറ്റ് ഇംപ്ലൈസ് ബി എൻ ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ സി എൻ. ദാറ്റ് ഈസ് ദി റിസൾട്ട്. നെക്സ്റ്റ് വി ഹാവ് എ പ്രൊപ്പോസിഷൻ. ലെറ്റ് n ബി എ പോസിറ്റീവ് ഇൻറ്റിജർ. n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. രണ്ട് കണ്ടീഷൻസ് ഉണ്ട് പ്രൂവ് ചെയ്യാൻ. ദി കോൺഗ്രുവൻസ് ക്ലാസ് എ എൻ ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇൻ സെഡ് എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എ ആൻഡ് എൻ ഈസ് 1. ദാറ്റ് ഈസ് ഒരു കോൺഗ്രുവൻസ് ക്ലാസ്. നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സുള്ള എലമെൻസിന് നമ്മൾ ഇൻവേർട്ടിബിൾ എലമെൻ്റ് അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കോൺഗ്രുവൻസ് ക്ലാസ്സിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ സെഡ് എന്നിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം, ജി സി ഡി 1 ആയിരിക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എ നോൺ സീറോ എലമെൻറ്റ് ഓഫ് സെഡ് എൻ ഐദർ ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓർ ഈസ് എ ഡിവൈസർ ഓഫ് സീറോ. സെഡ് എന്നിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാകാനുള്ള കണ്ടീഷനാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്, ജി സി ഡി 1 ആയിരിക്കണം. രണ്ടാമത്തെ കേസിൽ സെഡ് എന്നിലെ ഏതൊരു എലമെൻറ്റും ഒന്നുകിൽ അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ അതൊരു സീറോ ഡിവൈസർ ആയിരിക്കും. അപ്പോൾ എല്ലാ എലമെൻറ്റിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാകണമെന്നില്ല. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ലെങ്കിൽ അതൊരു ഡിവൈസർ ഓഫ് സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് യൂണിറ്റ് എലമെൻ്റ് അല്ലാത്ത എല്ലാ എലമെൻസും ഡിവൈസേഴ്സ് ഓഫ് സീറോ ആയിരിക്കും. നോൺ സീറോ എലമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, സീറോയുടെ കാര്യം നമ്മൾ പറയുന്നില്ല. സീറോ എലമെൻറ്റിൻ്റെ കാര്യം, നോൺ സീറോ എലമെൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. നൗ വി ഹാവ് ദ പ്രൂഫ്. ദാറ്റ് ഈസ് സപ്പോസ് ദാറ്റ് നമ്മൾ എ എൻ എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ് എടുത്തു, അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി സി ഡി ഓഫ് എ ആൻഡ് എൻ 1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ നമ്മൾ എ എൻ ഇൻവേഴ്സ് എന്നെടുത്തു. ദെൻ അതിനെ സപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് ബി എൻ, ഇൻവേഴ്സ് ഉണ്ട്, ആ ഇൻവേഴ്സ് നമ്മൾ ബി എൻ എന്നെടുത്തു. ദെൻ എ എൻ ഇൻറ്റു ബി എൻ എന്ത് കിട്ടും? ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് 1, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് ബൈ പ്രോപ്പർട്ടി എ ബി എൻ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ബൈ ഡെഫിനിഷൻ എ ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ എൻ എന്ന് കിട്ടും. എ ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 modulo n. That means when we divide AB by n, we get the remainder as 1. That is AB യെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നു. That is by definition of congruence AB minus 1 is a multiple of n എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ n q എന്നെഴുതി for some integer q AB minus 1 equal to a multiple of n. അപ്പോൾ എ ബി ഈക്വൽ ടു 1 പ്ലസ് എൻ ക്യൂ എന്നെഴുതാം.
AB minus NQ equal to 1 എന്ന് എഴുതാം. That is AB plus minus Q into N equal to 1 എഴുതാം. That means 1 can be written as the linear combination of A and N. എയുടെയും എന്നിൻ്റെയും ലീനിയർ കോമ്പിനേഷനാക്കി, ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് 1 എഴുതാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. AX plus BY equal to 1 if and only if A and B are relatively prime എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? GCD of A and N equal to 1. Okay, so that is the first part. Then converse part we suppose that എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? AN-ന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണ്, അതായത് GCD 1 ആണ്. ദെൻ ബൈ ഡെഫിനിഷൻ ഓഫ് റിലേറ്റീവ് പ്രൈം അല്ലെങ്കിൽ GCD ഡെഫിനിഷൻ അനുസരിച്ച് ദെൻ ദർ എക്സിസ്റ്റ് ഇൻറ്റിജേഴ്സ് B and Q ഇൻറ്റിജേഴ്സ് ആണ്, സച്ച് ദാറ്റ് BA plus QN equal to 1 എഴുതാൻ പറ്റും. ബൈ ഡെഫിനിഷൻ ഓഫ് പ്രോപ്പർട്ടി ഓഫ് GCD എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ അതായത് GCD D ആണെങ്കിൽ AX plus BY equal to D ആകുന്ന വിധത്തിൽ GCD of A and B D ആണെങ്കിൽ there exist integers X and Y such that AX plus BY equal to D എന്ന റിസൾട്ട് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ D 1 ആണ്, GCD 1 ആണ്. So there exist integers B and Q such that BA plus QN equal to 1. Then ഇതിന്ന് AB അല്ലെങ്കിൽ BA equal to 1 minus QN എന്ന് എഴുതാം ഇതിൽ നിന്ന്. So AB equal to 1 plus N into minus Q എന്ന് എഴുതാം. That is AB minus 1 equal to N into minus Q. That is a multiple of N. AB minus 1 is a multiple of N. That is AB is congruent to 1 modulo N എന്ന് എഴുതാം. That is AB N equal to 1N by definition of a congruence class of. So ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് AN BN equal to 1N എന്ന് എഴുതാം. That is, this is the definition of multiplicative inverse. AN inverse equal to BN. That is, നമ്മൾ GCD of A and N 1 ആണെന്ന് കിട്ടി. So we get AN as a multiplicative inverse. So that is the first part. Then now we have the second part പറയുന്നത് ഏതൊരു നോൺ സീറോ എലമെൻറ്റിനും ഒന്നുകിൽ അതിനൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ അതൊരു സീറോ ഡിവൈസർ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു നോൺ സീറോ എലമെൻ്റ് എടുത്തു, AN be a non zero element of Zn. Then n does not divide A. കാരണം എന്താ? A എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻസ് ക്ലാസ് ആണ്. n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ A ആണ്, അപ്പോൾ n ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ n A-നെ ഡിവൈഡ് ചെയ്യുന്നില്ല, n does not divides A. അപ്പോൾ നമുക്ക് GCD of A and N രണ്ട് രീതിയിലെടുക്കാം. സപ്പോസ് ദാറ്റ് GCD of A and N 1 ആണെന്ന് വിചാരിക്കുക, റിലേറ്റീവ്ലി പ്രൈം ആണെന്ന്. അപ്പോൾ GCD of A and N റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പുള്ള പാർട്ട് എയിൽ നമ്മൾ പ്രൂവ് ചെയ്തു ഇറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് AN ഹാസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ഈ കേസിൽ AN-ന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ GCD of A and N 1 ആണെങ്കിൽ നമ്മുടെ ബി പാർട്ട് ട്രൂ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒന്നുകിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാകണം, അല്ലെങ്കിൽ സീറോ ഡിവൈസർ ആവുന്നതാണ്. അപ്പോൾ GCD 1 ആണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് പ്രൂവ് ചെയ്തതാണ്. ഇനി സപ്പോസ് ദാറ്റ് GCD of A and N നോട്ട് ഈക്വൽ ടു 1 അല്ല എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് സപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് സം D വേർ 1 ലെസ് ദാൻ D ലെസ് ദാൻ N ഒരു D ആണെന്ന് വിചാരിക്കുക. അപ്പോൾ GCD of A and N D ആണെന്ന് പറഞ്ഞാൽ ബൈ ദ ഡെഫിനിഷൻ ഓഫ് GCD D divides A and D divides N. D divides A implies there exist integers A equal to sum B into D, and D divides N implies there exist some integer K such that N equal to K into D. ഇങ്ങനെ രണ്ട് ഇൻറ്റിജേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബൈ ഡെഫിനിഷൻ ഓഫ് GCD. നമുക്കറിയാം 1 ലെസ് ദാൻ D ലെസ് ദാൻ N ആണ്.
അതുപോലെ n ഈക്വൽ ടു k ഇൻറ്റു d ആണ്. അതുകൊണ്ട് 1 ലെസ് ദാൻ k ലെസ് ദാൻ n ആയിരിക്കും. സോ kn, അപ്പോൾ kയുടെ റേഞ്ച് 1നും n-നും ഇടയ്ക്കാണ്. അപ്പോൾ k ഒരു നോൺ സീറോ ആണ്. kn എന്ന് പറയുന്നത് ഒരു നോൺ സീറോ എലമെൻറ്റ് ഓഫ് Zn ആണ്. നോൺ സീറോ എലമെൻറ്റ് ഓഫ് Zn. ദെൻ സപ്പോസ് നമ്മൾ കൺസിഡർ ദ പ്രോഡക്റ്റ് an ഇൻറ്റു kn ഈക്വൽ ടു പൈ പ്രോപ്പർട്ടി akn. ദാറ്റ് ഈസ് a എന്ന് പറഞ്ഞാൽ bd ആണ് അല്ലേ, bd kn. സോ ഇതിലെ dk എന്ന് പറഞ്ഞാൽ n ആണ്. bnn എന്ന് പറഞ്ഞാൽ എന്താ, b ഇൻറ്റു n. ദാറ്റ് ഈസ് ഒരു n-ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ദിസ് ഈസ് 0 തന്നെയാണ് കിട്ടുക, 0n. സോ വി ഗെറ്റ് an ഇൻറ്റു kn, an ഇൻറ്റു kn ഈക്വൽ ടു 0n, വേർ an ഈസ് നോൺ സീറോ, kn-ഉം നോൺ സീറോ ആണ്. an നോൺ സീറോ ആണ്, നോൺ സീറോ എലമെൻ്റാണ് നമ്മളെടുത്തത്. kn നോൺ സീറോ ആണ്. പക്ഷേ രണ്ട് നോൺ സീറോ നമ്പേഴ്സ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നു. ദാറ്റ് മീൻസ് an ഈസ് എ സീറോ ഡിവൈസർ, അല്ലെങ്കിൽ ഈസ് എ ഡിവൈസർ ഓഫ് 0. സോ ദാറ്റ് ഈസ് ദി പ്രൂഫ്. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് GCD 1 ആയിരിക്കണം. ഇനി എല്ലാ എലമെൻസിനും, എല്ലാ നോൺ സീറോ എലമെൻസിനും ഒന്നുകിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിവൈസർ ഓഫ് 0 ആയിരിക്കും. Now we have a corollary of this proposition. The following conditions on the modulus n greater than 0 are equivalent. First one, the number n is prime. Second one, Zn has no divisor of 0 except 0n. അതായത് നോൺ സീറോ ഡിവൈസേഴ്സ് ഓഫ് 0 ഇല്ല. എവറി നോൺ സീറോ എലമെൻറ്റ് ഓഫ് Zn ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ നമ്മുടെ പ്രൊപ്പോസിഷന് ഏറെക്കുറെ ഡയറക്റ്റാണ് ഇതിൻ്റെ പ്രൂഫ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ എടുത്തു. സപ്പോസ് ദാറ്റ് n ഈസ് എ പ്രൈം. n ഒരു നമ്പർ എപ്പോഴാണ് പ്രൈം നമ്പർ ആവുക? ഒരു നമ്പർ പ്രൈം നമ്പർ ആവണമെങ്കിൽ ആ നമ്പറിന് താഴെയുള്ള എല്ലാ ഇൻറ്റിജേഴ്സും, എല്ലാ നമ്പേഴ്സുമായിട്ടും, ഇൻറ്റിജറാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഇൻറ്റിജർ പ്രൈം നമ്പർ ആവണമെങ്കിൽ ആ ഇൻറ്റിജറിന് താഴെയുള്ള എല്ലാ ഇൻറ്റിജേഴ്സും GCD എടുക്കുമ്പോൾ 1 കിട്ടണം അല്ലേ. ഇപ്പോൾ 5 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഇൻറ്റിജേഴ്സ് 1-ൻ്റെയും 5-ൻ്റെയും GCD 1 2 3 4 വരെയുള്ള പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കുക. 1 ആണ്. 2-ൻ്റെയും 5-ൻ്റെയും GCD 1 ആണ്, എക്സെട്ര 3 5 അല്ല, 3 4 അല്ല. അപ്പോൾ ഒരു നമ്പർ, വി ഹാവ് ആൻ ഇൻറ്റിജർ n ഈസ് എ പ്രൈം നമ്പർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി നമ്പർ ലെസ് ദാൻ n ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു n. ആ നമ്പറിന് താഴെയുള്ള എല്ലാ നമ്പറും അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. സോ വി ഹാവ് Zn നമുക്കറിയാം 0n 1n 2n എക്സെട്ര n-1n വരെ അല്ലേ. ഇനി നമ്മൾ സപ്പോസ് ചെയ്യുക n ഈസ് എ പ്രൈം നമ്പർ. അതാണ് നമ്മുടെ എ പാർട്ട് എ ആയിട്ട് ഫസ്റ്റ് 1 ആയിട്ട് തന്നിട്ടുള്ളത്. സപ്പോസ് ദാറ്റ് n ഈസ് എ പ്രൈം. ദെൻ a ആൻഡ് n, എയും n-ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. എങ്ങനെയുള്ള എയിലേക്ക്? n-നേക്കാൾ ചെറിയ എല്ലാ എയ്ക്കും അല്ലേ. n-ന് താഴെയുള്ള ഏത് ഇൻറ്റിജർ a എടുത്താലും n-ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. 0 ലെസ് ദാൻ a ലെസ് ദാൻ n. ഓക്കെ, ഫോർ എവരി 0 ലെസ് ദാൻ a ലെസ് ദാൻ n ആൻഡ് n ആർ റിലേറ്റീവ്ലി പ്രൈം. നമ്മൾ തൊട്ട് മുമ്പ് ഒരു പ്രൊപ്പോസിഷൻ പ്രൂവ് ചെയ്തു. എയും n-ഉം റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് an ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സോ അതാണ് നമ്മുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ 2 പാർട്ട് ഉണ്ടായിരുന്നു ആ തിയറത്തിൽ. എയും n-ഉം റിലേറ്റീവ്ലി പ്രൈം ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് an ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ആൾസോ എവറി നോൺ സീറോ എലമെൻറ്റ് ഓഫ് Zn either has a multiplicative inverse or a divisor of 0. അതായിരുന്നു ആ തിയറം പറയുന്നത്. അപ്പോൾ n ഈസ് എ പ്രൈം എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. n പ്രൈം ആണെങ്കിൽ എയും n-ഉം റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് കിട്ടി ഫോർ എവരി എ ലെസ് ദാൻ n. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തിയറത്തിൻ്റെ പ്രൊപ്പോസിഷനും കൂടി അപ്ലൈ ചെയ്താൽ നമുക്ക് Zn ഹാസ് നോ, അതായത് നോൺ സീറോ എലമെൻറ്റുകൾ Zn ഹാസ് നോ ഡിവൈസർ ഓഫ് 0 എക്സെപ്റ്റ് 0n.
എവരി നോൺ സീറോ എലമെൻറ്റ് ഓഫ് സെഡ് എൻ ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നത് രണ്ടും ഡയറക്റ്റായിട്ട് നമുക്ക് ആ തിയറം ഉപയോഗിച്ചിട്ട് പറയാം. ആ തിയറത്തിൻ്റെ പ്രൂഫ് ആൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അതേ പ്രൂഫ് തന്നെ ഇവിടെയും അപ്ലൈ ചെയ്യും. സോ ദാറ്റ് ഈസ് ദി കൊറോളറി. ദെൻ നെക്സ്റ്റ് വി ഹാവ് എ പ്രോബ്ലം. ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 38 congruence class of modulo congruence class of 38 modulo 83 if it exists. അതായത് എല്ലാ എലമെൻസിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ, എയും എന്നും. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ 38ൻ്റെയും 83യുടെയും GCD 1 ആവണം, എന്നാലേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് GCD 1 ആണോന്നും പല രീതിയിലും യൂക്ലിഡിയൻ അൽഗോരിതം, ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ചൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പല മെത്തേഡിലും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാം. നമ്മളതിൽ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ 83യുടെയും 38ൻ്റെയും GCD ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ GCD പെട്ടെന്ന് കിട്ടും. 83 നമുക്ക് 38ൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാം ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ച്. 2 × 38 + 7 എന്ന് എഴുതാം. ദെൻ അടുത്തത് 38നെ നമുക്ക് 5 × 7 + 3 എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് 7നെ 2 × 3 + 1 എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് 3യെ നമുക്ക് 3യുടെ കോമ്പിനേഷനാക്കി എഴുതണം. ദാറ്റ് ഈസ് 3 × 1 + 0. ദെൻ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആണ്. ലാസ്റ്റ് റിമൈൻഡേഴ്സ് വരിക ഇതാണ്. അതിൽ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആണ് GCD വരിക, അത് 1 ആണ്. ദാറ്റ് മീൻസ് GCD ഓഫ് 38 ആൻഡ് 83 = 1. അതുകൊണ്ട് കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 38 മോഡുലോ 83 ഹാസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ Z83. Z83ൽ അതിന് ഇവിടെ N 83 ആണ്, അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. ഇനി അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഈ നമ്പറിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, മോഡുലോ 83ൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 കിട്ടണം. ഇൻ 83 Z83ലെ 1 കിട്ടണം. അപ്പോൾ ആ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് GCDന്ന് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോവുക. അതായത് ഈ 1നെ ഓരോ സ്റ്റെപ്പിലും ഈ 1നെ നമ്മൾ 83ൻ്റെയും 38ൻ്റെയും GCDയെ, അതായത് ഇവിടെ 1 ആണ്, 38ൻ്റെയും 83യുടെയും കോമ്പിനേഷനാക്കി എഴുതാം. അപ്പോൾ 1 = 7 - 2 × 3 എന്ന് കിട്ടും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന്. ദാറ്റ്സ് ഈക്വൽ ടു 7 - 2 × 3നെ നമ്മൾ 38 - 5 × 7 എന്ന് എഴുതാം. നെക്സ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് 7 - 2 × 38 + 10 × 7. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 11 × 7 - 2 × 38. ദെൻ നെക്സ്റ്റ് 11 × 7 നമുക്ക് 83 - 2 × 38 എന്ന് എഴുതാം, -2 × 38. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ 11 × 83 - 11 × 2 22 ആണ്. 22 × 38 - 2 × 38. That is 11 × 83 - 24 × 38. ഇങ്ങനെ എഴുതാം 1. അപ്പോൾ 1നെ നമ്മൾ 83യുടെയും 38ൻ്റെയും ലീനിയർ കോമ്പിനേഷനാക്കി എഴുതി. സോ ദാറ്റ്സ് ഈക്വൽ ടു -24 × 38 + 11 × 83. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് 1 = മൈനസ്, നമുക്ക് മോഡുലോ 83 ആണ് കണ്ടത്. അപ്പോൾ -24 × 38 പ്ലസ് ഇതിന് നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 83 എന്ന് എഴുതാം. 83യുടെ ഏതൊരു 11th മൾട്ടിപ്പിളാണ്. സോ ജനറലി മൾട്ടിപ്പിൾ ഓഫ് 83 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1നെ, ദാറ്റ് മീൻസ് -24 × 38 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 83 എന്ന് എഴുതാം ബൈ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് -24 × 38 is congruent to 1 modulo 83. That is 38 modulo 83നെ 38 modulo 83നെ -24
മോളിലോ 83 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നു. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -24 ഇൻറ്റു 38 83 ഈക്വൽ ടു 183 എന്ന് എഴുതാം. അപ്പോൾ -24 ഇൻറ്റു 83 ഇൻറ്റു 38 മോഡുലോ 83 ഈക്വൽ ടു 183. ദാറ്റ് ഈസ് 38 മോഡുലോ 83യുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -24 മോഡുലോ 83 ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് നമ്പറാണ്, അതിനെ പോസിറ്റീവ് ആക്കാൻ നമ്മൾ -24ന് 83ൽ എത്രയാണ് ഈ -24ൻ്റെ വാല്യൂ കാണണം, ആഡ് ചെയ്താൽ മതി. സോ വി ഗെറ്റ് 59 മോഡുലോ 83. സോ 38ൻ്റെ ഇൻവേഴ്സ് 59 ആണ് ഇൻ എവിടെ? സെഡ് 83. Now another problem. Find the multiplicative inverse of 11 modulo 16 in set 16 if it exists. അപ്പോൾ ഇവിടെ ആദ്യം എക്സിസ്റ്റ് ചെയ്യേണ്ടത് നോക്കണം. GCD 11ൻ്റെയും 16ൻ്റെയും GCD. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ചെറിയ നമ്പേഴ്സാണ്, നമുക്ക് ക്ലിയർലി ഇറ്റ് ഈസ് 1 ആണ്. അതുകൊണ്ട് തന്നെ 11ന് സെറ്റ് 16ൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വേറൊരു മെത്തേഡാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇവിടെ നമ്മൾ പവർ കാണാം. അതായത് 11 മോഡ് 16ൻ്റെ പവർ, ഫസ്റ്റ് പവർ തന്നെ വരും 11 മോഡ് 16, ദെൻ സെക്കൻഡ് പവർ 11 മോഡ് 16 സ്ക്വയർ, അങ്ങനെ പവേഴ്സ് കാണും. അതായത് 11 മോഡ് 16 ഇൻറ്റു 11 മോഡ് 16, ദാറ്റ് ഈസ് 11 ഇൻറ്റു 11 അല്ലേ, മോഡ് 16, ദാറ്റ് ഈസ് 121 മോഡുലോ 16. അപ്പോൾ 121 എന്ന് പറഞ്ഞാൽ 16ൽ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് 121നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഉള്ള റിമൈൻഡർ എത്രയാണെന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം 16 ഇൻറ്റു 16നെ നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് 112 അല്ലേ, 112 കിട്ടും. സോ ബാക്കിയുള്ളത് ഇപ്പോൾ 7 ആണ് ലാർജ് പവർ, ലാർജ് മൾട്ടിപ്പിൾ വരുന്നത്. സോ വി ഗെറ്റ് 9. സോ റിമൈൻഡർ 9 ആണ്. അപ്പോൾ അതിനെ നമുക്ക് 9 മോഡുലോ 16 എന്ന് എഴുതാം. സോ 121 121 എന്ന് പറഞ്ഞാൽ സെറ്റ് 16ലെ 9 ആണ്, 9 മോഡുലോ 16. സോ അപ്പോൾ 11 16നെ 11 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടുന്നു. നമുക്ക് വേണ്ടത് 11 16നെ ഏതോ ഒരു നമ്പർ മോഡ് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടണം അല്ലേ. അപ്പോൾ 1 കിട്ടുന്നത് വരെ ആ പവർ നമ്മൾ എടുക്കുക. ഫസ്റ്റ് പവർ എടുത്തു, സെക്കൻഡ് പവർ എടുത്തുമ്പോൾ 9 കിട്ടുന്നത്, തേർഡ് പവർ എടുക്കുക 11 ക്യൂബ്. അതിന് നമുക്ക് 11 സ്ക്വയർ ഇൻറ്റു 11 എന്ന് എഴുതാം. 11 സ്ക്വയർ നമുക്ക് 9 എഴുതിയാൽ മതി. അപ്പോൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 9 16 ഇൻറ്റു 11 16. അപ്പോൾ 99 മോഡുലോ 16. 99 എന്ന് പറഞ്ഞാൽ 16ൽ റിമൈൻഡർ നമുക്ക് കിട്ടുക 3 ആണ്. 316 3 ആണ് കിട്ടുന്നത്. 1 കിട്ടുന്നവരെ ചെയ്യണം. സോ അടുത്ത പവർ ഫോർത്ത് പവർ, അപ്പോൾ 11 16 ക്യൂബ് ഇൻറ്റു ഒരു 11 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തു 3 ആണ്. 3 11 16 ദാറ്റ് ഈസ് 33 മോഡുലോ 16. മോഡുലോ 16ൽ 33 എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 2 32 ആണ്. അപ്പോൾ ബാക്കി റിമൈൻഡർ 116. അപ്പോൾ ഫോർത്ത് പവറിന് എന്ത് കിട്ടി? 1 കിട്ടി. സോ ഫോർത്ത് പവർ എന്ന് പറഞ്ഞാൽ 11 16നെ, അതായത് 11 16നെ 11 16ൻ്റെ തേർഡ് പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 കിട്ടി. അപ്പോൾ 11 16ൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് ഈ എലമെൻ്റാണ് 11 16 ക്യൂബ്. ഇനി ഈ 11 16 ക്യൂബ് എത്രയാണ് അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ തൊട്ട് മുമ്പുള്ള പവർ 316 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 316. ദാറ്റ് ഈസ് 11 16ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്. സെറ്റ് 16ൽ 11ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 3 ആണ് എന്നാണ് മീനിങ്. അനദർ പ്രോബ്ലം, ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് 14 ഇൻ സെറ്റ് 15. സെറ്റ് 15ൽ 14
ആ ക്ലാസ്സിൽ വരുന്ന അല്ലെങ്കിൽ 14ൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ആ കോൺഗ്രുവൻസ് ക്ലാസ്സിൽ വരുന്ന എലമെൻസിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ 11ൻ്റെയും 15ൻ്റെയും GCD ക്ലിയർലി 1 ആണ്. സോ ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 1 കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻവേഴ്സ് ഇല്ല, ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതിയാൽ മതി. സോ 1 ആണ്. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പവർ എടുത്ത് വെക്കാം. 11 15ൻ്റെ പവർ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ 14ൻ്റെ പവർ 14 ഇങ്ങനെ എഴുതിയാലും മതി. നമ്മൾ സെറ്റ് 15 ജനറലായിട്ട് പറയുന്നുണ്ട്. സോ പവർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 14ൻ്റെ സ്ക്വയർ 196 ആണ്. 15ൽ 196 195 വരെ പോകും. അപ്പോൾ റിമൈൻഡർ 115. അപ്പോൾ സെക്കൻഡ് പവറിന് തന്നെ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടുന്നു. അതായത് 14 സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതായത് 14 ഇൻറ്റു 14 അല്ലേ 1 ആണ്. അപ്പോൾ 14 സെറ്റ് 15ൽ 14ൻ്റെ ഇൻവേഴ്സ് എന്താണ്, 14 തന്നെയാണ് അല്ലേ. അതായത് 14 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആ എലമെൻറ്റ് തന്നെയാണ്. സോ ഇവിടെ 14നെ നമ്മൾ സെൽഫ് ഇൻവേർട്ടിബിൾ എന്ന് പറയുക. സെൽഫ് ഇൻവേർട്ടിബിൾ എലമെൻ്റ് ആണ്. അതായത് അത് തന്നെ ഒരു എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് അത് തന്നെയാണെങ്കിൽ അതൊരു സെൽഫ് ഇൻവേർട്ടിബിൾ എലമെൻ്റ് ആണ് ഇൻ സെറ്റ് n. ഇവിടെ സെറ്റ് 15. അപ്പോൾ സെറ്റ് 15ലെ ഒരു സെൽഫ് ഇൻവേർട്ടിബിൾ എലമെൻ്റ് ആണ് 14. ഓക്കെ, താങ്ക് യു.